നിങ്ങൾ കൊടുത്തതിന്റെ കൂലി ഒന്നാമത് നിങ്ങൾക്ക് തരും. അത് നിങ്ങളെ മേലെ ഉദ്യോഗമായതാണ്. പണി കൊടുക്കുന്നതല്ല, നിന്നോടൊന്ന് ചോദിക്കുന്നതിനെ ഇല്ലാതാക്കുന്ന പണിയാണത്. നിന്റെ കിടാക്കളെ നീയാണ് പഠിപ്പിക്കുകയും മൈലാക്കാരൻ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ലാത്തതിനൊക്കെ വിട്ടാണ് മൈലാമാരെ വെക്കുന്നത്. അങ്ങനത്തെ മൈലാമാരെ പഠിപ്പിക്കുന്ന സമയത്ത് നീയും നിന്റെ കുട്ടികളും എല്ലാമായ ഉസ്താദന്മാരെ ബഹുമാനിക്കണം. മനസ്സിലായില്ല, അവരോട് പ്രിയം വെക്കണോ. നിന്റെ കിടാനെ പഠിപ്പിക്കുന്ന ആളുകളിലേക്ക് അതുകൊണ്ട് വളരെയധികം പിരിച്ചത്തിൽ കുട്ടികളും ഒരിക്കലേ നേതാക്കന്മാർ അവരെല്ലാം കൂടിയിട്ട് നല്ല പ്രിയത്തിൽ നടക്കുകയും നല്ല പ്രിയത്തിൽ അവർക്ക് കൊടുക്കുന്നതിനെ കൊടുക്കുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളെ നിങ്ങൾ ചെയ്തുകൊണ്ടും പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് താക്കീതായിട്ട് പറയുന്നു. മൗലാന മുഹമ്മദ് കൊടുക്കുന്നതിനല്ല കുട്ടികൾക്ക് കൊടുക്കാന്ന് അതൊക്കെ പണ്ടിട്ടുള്ള അപ്പോ ഇല്ലെന്ന് പറയുന്നത് 3 വക ഇൽമ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ ഇൽമയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് നശിക്കണ്ട. ഒരു യോഗം കൊണ്ട് നമുക്ക് അതെല്ലാം എനിക്ക് ഓർമ്മയില്ല. ഇത് ഇല്ലെന്നെയാക്കി അപ്പൊ ഞാനിപ്പോ മതിയാക്കുന്നത് വേറെ ഭാഗത്തേക്ക് തിരിച്ചു. അപ്പോൾ ഇല്ലെന്ന് പറയുന്ന അല്ലമ്മ ആലോചിക്കല്ല വാസിൽ നിങ്ങളെ മേലെ രാജ്യമായ ഉറ്റുമായ ഇവനെ നീ പഠിച്ചോ. ഇതായ തമ്പുരാനെ കൊണ്ട് ഈ പഠിക്കുന്ന ആ ഇൽമ് ഇതായ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആ ഇൽമിനെ പഠിക്കലുണ്ട്. ഇതിന്റെ മേലെ ഉജൂബാണ്. അത് എങ്ങനെ ഈമാൻ കൊണ്ട് വിശ്വസിക്കണം, അത് എങ്ങനത്തോട് ഈമാന്റെ ഫർളുണ്ട്. ഇതെല്ലാം അറിയണം. ഈമാന്റെ ഫർള് എല്ലാവർക്കും അറിഞ്ഞിട്ട് എന്നിട്ട് ദീനിന്റെ ഏതിലാക്കണത് പറ്റാൻ ദീനിന്റെ ഇസ്ലാമിന്റെ എനിക്ക് ശരിയില്ല. ഇസ്ലാം ദീനിന്റെ എന്ത് ഒന്നുകൂടെ കബറാക്കണം. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ 6 കാര്യവും ഇസ്ലാമിന്റെ 5 കാര്യവും ഈ രണ്ടും കൂടിയിട്ട് 11 അതിന്റെ പേരാണ്. ഈമാന്റെ ഭരണത്തിലെ 6 ചെതലോ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കരുത്, അവന്റെ മലക്കുകളെ കൊണ്ട് മലക്കുകളുണ്ട്, അവന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കരുത്, അവന്റെ കിതാബിന് നബിമാർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്, അമ്പ്യാമുർസലികളെ കൊണ്ട് വിശ്വസിക്കരുത്. 1,24,000 നബിമാർ, അതിന് 313 മുർസലികൾ. മുർസലികൾ എന്നിട്ട് വേറെ അവർക്ക് ചില അധികാരം കൊടുത്തിട്ടുണ്ടാവും. അത് നെറ്റിയന്നെ നബിനാക്കാൻ പോകാറുണ്ടാവും. മുർസലികൾ എത്രയായി? 4 അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കല്, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, അമ്പ്യാമുർസലികളെ കൊണ്ട് വിശ്വസിക്കല്, ഒരുക്കുന്ന യാമം കൊണ്ട് വിശ്വസിക്കല്. 5 എല്ലാ ഹൈറും ഷെറും അള്ളാന്റെ വേണ്ടുക പോലെയല്ല ആണെന്ന് വിശ്വസിക്കല്. അവന് വേണ്ടുകയില്ലാതെ എന്താ വേണ്ട? 6 ഇതാണ് ഈമാന്റെ ഫർള്. ഇസ്ലാമിന്റെ ഫർള് അർത്ഥം അറിഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലരുത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 5 അർത്ഥം നിസ്കാരം. മുതലെടുത്ത് സക്കാത്ത്, റമദാൻ മാസത്തിന്റെ നോമ്പ്, 1000 തൊട്ട് ഹജ്ജ് ചെയ്യും. അതെത്രയായി? 5. ഈ 5 ഈ 11ന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഇസ്ലാം ദീനിനെ അല്ലാഹു തആല തന്നിട്ടുണ്ടെന്ന് ഈ 11 സംഗതി ഒക്കെ കൂടി എന്റെ പേര് ഇസ്ലാമിന്റെ ഫർള് 6, 5. അതിന്റെ ഈമാനിന്റെ 6 ഇല്ലാതെ, ഈമാന്റെ 6 ഇല്ലാതെ ഇല്ല ഇസ്ലാമിന്റെ ഫർള്. ഇസ്ലാമിന്റെ ഫർള് 5 ഇല്ലാതെ ഇല്ല ഈമാൻ. ഇതല്ലാതെ അതില്ലാതെ ഇതില്ല. രണ്ടും ഒക്കെ കൂടിയിട്ട് തോന്നുന്നു.
മനസ്സിലായി? ഈ രണ്ടും ഒക്കെ കൂടിയതിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. അപ്പൊ ഒന്നാമത്തത് അവർ ആ ബൈക്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെന്ന് കൊച്ചാരിപ്പം പറഞ്ഞേ നിന്റെ ഇലാഹാരത്തിനൊക്കെ വിശ്വസിക്കില്ല, അതിനെ പഠിക്കുന്നത് നിന്റെ മേലെ രാജ്യമാണ്. രാജ്യത്തിന് ഉചുമായ കടവും ആണ് പഠിക്കുന്നത്. നിന്റെ ഇബാദത്ത് അറിയാവുന്ന മാതിരിക്ക് തിരുമണി പഠിക്കണം. ഇന്ന പോലെ ഉള്ളൊടുക്കല്ലേ, ഇന്ന പോലെ കുളിക്കല്ലേ, ഇന്ന പോലെ നിൽക്കല്ലേ, ഇന്ന പോലെ ഓതല്ലേ, അത്തയ്യാത്തി പാത്തിയാന്റെ ഓതല്ലേ, ഇന്ന പോലെ സലാമിട്ടില്ലേ, ഇന്ന പോലെ നിയത്താക്കല്ലേ, ഇതെല്ലാം മസാല അറിയാം. അങ്ങനെ എടുക്കുന്ന വിവാദത്തിന്റെ വിവാദത്തിന്റെ മസാലിനെ പഠിക്കണം. അത് ജഡ്ജു മസാല എന്ന് പറഞ്ഞു. ഒരു മസാലയിൽ ഇതുണ്ട്. ഇന്നതിന്റെ കൽബ് ഹറാമായ വിഷയത്തിലേക്ക് ചാടുന്നു. ഒരു ശികാരി കഴിച്ചാൽ വേറെ കഴിക്കാൻ പാടില്ലപ്പോ എന്ന് അതിന്റെ മസാല അറിയണം. അതിന്റെ ഹുക്കുമോ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളെ വെച്ചെന്ന് പാടും വിറക്കത്തരം ചെയ്യാൻ അത് പാടില്ല എന്ന് വിറക്കുന്ന കുറി കാണിക്കാൻ പാടില്ല, അസത്ത് കാണിക്കാൻ പാടില്ല. അസത്തിലുണ്ട് മറ്റോ ഞാമത്ത് ആമത് പോലും കണ്ണിന് കുത്തില്ല. രണ്ടാളും ഒക്കെ കൊച്ചിന്റെ എടുത്തേക്ക് പോയി ഓപ്പോസിറ്റേക്ക് പോയിട്ട് ചാടില്ല. രണ്ടാളും പിന്നെ തിരിച്ചാണ് ഒരു ഞാനിപ്പോ അതിനെല്ലാം പറയുമ്പോ ഇവിടെ ക്ഷീണം പിടിക്കുന്നിട്ട് പറയാൻ രണ്ടാൾ കൊട്ടിന്റെ ചേർത്തിന് പോകുന്നൊക്കെ അല്ലെങ്കിൽ ഗോണിന്റെ ചേർത്ത് കാത്തി കാത്തു തട്ടിയിട്ട് ഒക്കെ ചായ കുടിച്ചിട്ട് വലിയ ഞാൻ കൊടുക്കുന്ന പൈസ അതൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെ ഒട്ടും കുടിയായിട്ട് അത് കൊടുത്തു. അത്ര ബിസിനസ്സിൽ കൊടുത്തിട്ട് പോയി കെട്ടോടുത്ത് വൈകുന്നേരം അമ്മ വന്നു വരുമ്പോ ഒരുത്തന്റെ തലയിൽ 125 ചാക്ക് കൊടുത്ത് കലക്കും പുറത്ത് മറ്റോ ഒരു 12 കോടികൾ കയറ്റി കൊണ്ടുപോയി. ഞാനെന്താ 12 ചാക്ക് 25 രണ്ടാമത് ബന്ധുവിൽ വീട്ടിലേക്ക് എത്തുമ്പോ പോകണം. വേറെ കണ്ണിൽ മറ്റൊന്നും നോക്കി ആരും നോക്കി അധികം ഉണ്ടോന്നും നോക്കി നോക്കുമ്പോ ഓന്റെ മൂക്കിലൊക്കെ ഇത്ര കയ്യായി എന്നിട്ട് അവിടത്ര കിട്ടിയത് പോലെ മനസ്സിലല്ല മൂക്കിലൊക്കെ ബെഞ്ചായി. അങ്ങനെ അവന് വരെ കണ്ടി നോക്കി നോക്കുമ്പോ ഓനൊന്നും കിട്ടിയില്ല. ചെറിയ കെട്ടിലാണ്. അപ്പൊ അവന് മുമ്പിൽ ചിരിക്കാൻ അവന് കിട്ടാത്തത് നല്ലായി അസത്തിന്റെ ചായ അങ്ങനെ വന്നിട്ട് ഈ ഗോളിന്റെ കെട്ടിന് വലിയ കെട്ടിനെ വെച്ചിട്ട് ഈ കുറഞ്ഞ ഗോളി ജോലി അവൻ തരാൻ പറഞ്ഞു. ആര് ഈ അധികം വിളിക്കും അത്ര ചിത്രത്തിന് വേണ്ടി മണ്ണിട്ട് തരാൻ ഒരു ചെടി വന്നിട്ട് ആവശ്യത്തെ മണ്ണിട്ട് തരാൻ തികണ്ടതിനാണെന്തിനാണ് അത്ര ചിത്രത്തിന് പോയൊരു വരുമ്പോൾ പോലും ചിത്രം കുറഞ്ഞ വണ്ടിയാണ്. അവിടെ വലിയ സന്തോഷം ഓടി കിട്ടാത്തത് ഓല് കുറെ കിട്ടിയില്ലേ. അപ്പൊ ഓടി ഈ തൊടിന്റെ ഗർഭത്തിന് വാലിക്കൂസലാം എന്നല്ല പറഞ്ഞ മണ്ണിട്ടതിന്റെ സലാമിന് വേണ്ട ആ ചായനെ കുടിച്ചിട്ട് വന്ന അധികം പോയി ഇതാണ് അതൊന്നും ധരിക്കാം എന്നില്ല. എഴുത്തിന്റെ രാമത്ത് അന്നത് പോലും കണ്ണിക്ക് പുതുവാണ്. അങ്ങനത്തെ അതിഥി കിബുറി മേൽമത്ത് ലോകമാന്യം ലോകമാന്യത്തിലേക്ക് മനുഷ്യന്റെ പക്കത്ത് കയറി കിട്ടാൻ വേണ്ടി കെട്ടുവരാക്കണം. ഇതെല്ലാം പാടില്ലാന്ന് അറിയണു. വേറെ മൗലികാരി വേക്കാരും പിടിച്ചിരി കരിന്തവരും കുട്ടക്കാരെല്ലാം പിടിച്ചിരി ഒരിക്കൽ നല്ല മൗലിക ശിപാർശാക്കിട്ട് പോകും. ശിപാർശിന് അഞ്ചങ്ങനെ ദുബൈക്ക് ഹോട്ടലിൽ പോയിട്ടിരുന്നോട്ടോ ഇരുന്നുകൊണ്ട് ശിപാർശത്തെ പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മൗലികത്തിൽ ഞങ്ങൾ കൂടുന്നവരൊക്കെ ശരിയായിട്ട് സിയാദി മാറുന്നു.
കയ്യിലും. അപ്പൊ പിന്നെ അവിടുന്ന് എങ്ങനെ കണ്ണ് തീവാലാതിരിക്കോ അല്ലാതെ അതിന് കിടക്കുമ്പോ അങ്ങോട്ടായ കണ്ണിക്കാൻ കണ്ണിന് അവിടുന്ന് ഒരു കളർ നീങ്ങാവും നീങ്ങല പിന്നെ നിങ്ങൾക്ക് അവൾ കൊണ്ടിട്ടോ നെയ്ച്ചൂർ കൊണ്ടിട്ട് നീങ്ങല്ലേ ഒക്കെ നീ ഉണ്ട് ഞങ്ങളെ ചെറുപ്പകാലത്തുണ്ട് 6 കൊടുത്തു കഴിച്ചേക്കങ്ങനെ തിരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഉണ്ടിട്ട് കേറി ചേർത്തിട്ട് കണക്കേക്കൊള്ളു വിഷയം കഴിച്ചോണ്ടോ രോഗമാനസിക്ക് ചെലവ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ല വിപുലമാളും അതെല്ലാം പറഞ്ഞിടയ്ക്കോ രോഗന്മാരുടെ അടുത്ത നിലക്ക് മുതലുള്ളവൻക്കുള്ളാരിതം എന്നൊരായത്തിൽ മസജ് സഫുവാനിൽ ആവിടുമ്പോ തനക്കുണ്ടാ ഒരു പാറക്കെട്ടി പോലെ എണ്ണ പോലെയാണ് പോലെ സ്ഥിതിയെന്ന് പോലിട്ട് അപ്പൊ അങ്ങനത്തെ ലോകമാണ് അകപ്പെരുമൻ അല്ലെങ്കിൽ എന്നിട്ടറിയോ അകപ്പെരുമെന്നല്ലെങ്കിൽ അത് ലോകമാനെ പോലല്ലേ ഓ മനസ്സിനെ വിചാരിച്ചോട്ട കാട്ടുള്ള ഭക്തൻ നാലൊക്കെ சுத்திக்கும்போது பிறக்கும்பொழுது நல்ல ஆளுக்கு 4 ஒரு ஓங்காரோ அந்த தகுதி வச்சுக்கோ அதுக்கான அகப்பெருமைன்னு ஒரு புறത്തേக்கு தாத்தாத பெருமை ஆனவராவது ஆனா அதுக்கு நல்லதுக்கு போட்டு பிறக்கவும் போட்டு நல்ல ஆளுக்கு 4 சொல்லும் பற்றி ஒரு சட்டை கலந்து கொண்டு வச்சாங்க அது உழுக நிற்கின்ற சுபாவம் കോട്ടക്കാട്ടിൽ ലഭിക്കുന്ന അതിക്കാണ് അകപ്പെരുമ എന്ന് പറയുന്നത്. പുറത്തേക്ക് കാറ്റത് പെരുമ എല്ലാവർക്കും കാണുന്നത്. ഇത് കാണാത്തത് അവരുടെ നടത്തവും അവന്റെ മട്ടവും ഒന്നും പേരം. ഇങ്ങനെ അവൻ വേണ്ട അപ്പുറത്ത് അവൻ വേണ്ട അമ്മ വേണ്ട ഉടുത്ത് ചേർക്കപ്പോ പോകണ്ടാണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഉത്തരവാദിക്കും അതിന് സ്വാം കാണുമ്പത്തിക്കോ ഇങ്ങനെ ആയിക്കോണ്ട വീട്ടില് 6 கண்டெல்லாம் சேர்க்கப்போ தரம் அவங்களுக்கு சுமாராக வேண்டாம் முட்டை வரும்பத்துக்கும் வந்து சத்திர கோட்டைகளை சமாளிச்சு അവിടെ അപ്പൊ അത്രയും മക്കളായിരിക്കും അതിന് അതെല്ലാം മക്കളേ വേണം. ഇങ്ങനത്തെ മാതിരിന്റെ ലോകമാന്യം അകപ്പെരിമകളും ചിബുറും എല്ലാത്തിനും നേരായാണ് ഞാനിത് ഏറ്റുകൊള്ളുന്നത്. ചിബുറും വമ്പനാണും ബഹീർത്തലവും ഇതെല്ലാം പാടില്ല എന്നറിയുന്നത് സമൂഹത്തിന്റെ എൽപ്പും എന്ന് പറയുന്നത്. അങ്ങനെ 3 വയ്ക്കേണ്ട എൽപ്പിൽ എല്ലാ ആളുകളും അതിൽ പഠിക്കണം. മുൻകാലത്തിന് വയലിന് 1 മാസം 40 ദിവസം വയൽ പറഞ്ഞിട്ട് ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തൊന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വഴിയിൽ വന്നിട്ട് നിൽക്കുന്ന കാലത്ത് 55 ദിവസത്തിന്റെ വയൽ ഒരു യുദ്ധത്തിന് പറഞ്ഞിട്ട് 55 നാളും ഒരു 10 നാൾ ഞാനായിട്ട് കൈമടക്കും വൈകാകുകളാണ്. അതിലെല്ലോ പോയിട്ട് മഴ ദിവസത്തിൽ അങ്ങോട്ട് പോയിട്ട് വേണ്ട വാത് വെക്കുകയായിട്ട് 55 വരും വരുമാനെല്ലാം ഉണ്ടാകുന്ന മരിച്ചില്ലെന്ന് എനിക്കറിയാം. ശരിയില്ല. അപ്പൊ അങ്ങനത്തെ ആ നീളമായ വയസ്സ് കഴിഞ്ഞ് പലതും പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വയസ്സിന് എടുക്കപ്പെട്ടു പോയി അത് എടുക്കാൻ പാടില്ല. കൊല്ലത്തിൽ 1 മാസത്തിന്റെ വെള്ളത്തിൽ ഒരു പഠിച്ച് പറയിക്കണം. അവസാനം വെള്ളത്താമെന്ന് കേൾക്കണം. അതുവരെ വീട്ടുകളവർക്ക് കിട്ടും. അതെല്ലാം ശുദ്ധിയാവും. വിവാദത്തുകളെല്ലാം സഹിയാവും. ഈവാനെല്ലാം ശരിയാവും. അങ്ങനത്തെ വയൽ പറയിച്ചിട്ടുണ്ട്. അതാണ് അപ്പോത്തെ ഈ 3 വക നീ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ നീ എന്താവും? നീ ആദ്യമാവും, വിവരക്കാരനാവും. ഈ വിവരമില്ലാത്തവൻ ജാഹിലാണ്. അവന്റെ പക്കം നീ എന്തെല്ലാം തെറ്റി വന്നു പോലെ അറിയില്ല. അപ്പൊ ഒരു എൽമില്ലാത്ത ആൾക്ക് ജാഹിക്കുന്ന അറബിൽ പറയുന്നത് ഞങ്ങളുടെ ഭാഷയ്ക്ക് അവർക്ക് എൽമില്ല പഠിപ്പില്ല എന്നുള്ളൂ. അങ്ങനത്തതായിരിക്കുന്ന ആ എൽമുണ്ടെങ്കിൽ മണിക്കൂരി വരെ ഒരു തവതരയും കൂടി അള്ളാഹു കൊടുക്കുന്നു. ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈമാൻ കൊണ്ട് വിശ്വസിച്ച മോമിനീങ്ങൾക്ക് ദറജ ഉയർത്തുന്നു. വെൽവില കൊടുക്കപ്പെട്ട കൂട്ടുകൾക്കും ദറജകളെ അന്ന് ഉയർത്തുന്നു. പഠിപ്പില്ലാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മക്കളുണ്ട്, അതിന് ഒരു മോരുമില്ലാറായിട്ടുണ്ട് എന്നാ ആ ഇൽമുള്ള അവനിക്ക് ദറജാന ഉയർത്തി കൊടുക്കുന്നു. ആമനും ഇങ്കും വല്ലതീന ഊത്തുലമ അപ്പൊ ഒന്നാമത്തെ ഈമാൻ കഴിയാവുന്നായിരുന്നു. ഇപ്പൊ ഈമാൻ കാര്യം ആറിയാൽ ഏതല്ലോ അതാണ് കൊണ്ട് വിശ്വസിക്കുന്നത്. കൂട്ടിച്ചോക്കോ പാറ്റോ കുടിക്കാൻ കഴിഞ്ഞില്ല അവിടെ കാറിക്കൊണ്ട് വരിക. ഈ അല്ലാഹു തആല ഒരുവനാണ്, പണ്ടേ ഉള്ളവനാണ്, എന്തെന്നും ഞാൻ ജയിച്ചിരിക്കുന്നവനാണ്, അവൻ പടപ്പുകളോട് മാറായവനാണ് എന്ന് അതിന്റെ 50 അസീലുണ്ട്. ആ അസീലയോട് കൂടെ പഠിച്ചു. അതെന്താ മദ്രസയിൽ പഠിച്ചിട്ട് മനസ്സിലായി. അതിലെന്താ ഉലമാക്കളിൽ നിന്ന് ഇതാക്കിയിട്ട് അച്ചടിപ്പിച്ചിട്ടുണ്ട് മദ്രസ പഠിക്കാം. അങ്ങനത്തെ മദ്രസയിൽ ആദ്യത്തെ ഈ പഠിച്ചുകൊണ്ടുള്ള കിടാക്ക പഠിച്ചിട്ടുള്ളത് അതെല്ലാം കിടാക്കത്ത് അറിയും. പക്ഷേ നമ്മളിൽ എഴുപതായിട്ട് കാലാവധിയാക്കണേ തമ്പുര, അനുഭവിക്കുന്ന എഴുപതാലാക്കണേ തമ്പുര, ഈമാൻ തെറ്റിപ്പോകുന്നതിനെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ശരി. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അവന്റെ മലായിക്കുകൾ, അവർക്ക് മലക്കുകളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പടക്കപ്പെട്ട മലക്കുകളാണ്. ആണെന്നും പെണ്ണെന്നവർക്ക് വെച്ചു പറയപ്പെടുകയില്ല. അവരുടെ എണ്ണത്തിന് അവ അല്ലാതെ അറിയയില്ല. അവരെ മൊത്തത്തിൽ തെറ്റ് വരെയില്ല. അങ്ങനത്തെ കൂട്ടുകളാണ്. തിന്നലും കുടിക്കലും സൂര്യനും പാത്രം ചെയ്യേണ്ടതില്ല. അവരും അങ്ങനത്തെ കണക്കില്ലാതെ മലക്കുകളൊന്നും അവസാനം പഠിച്ചിട്ടുണ്ട്. അവർക്ക് കോലം അറിയാനും കുടിക്കാനും അതും സാധിക്കും. മനസ്സിലായില്ല. അങ്ങനത്തേതായിരിക്കുന്ന മലക്കുകളുണ്ട്. നിങ്ങളെ കടിയെ കാക്കുന്ന മലക്കുണ്ട്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലും വയ്യെന്നും അടുത്തുനിന്നും മനസ്സിനും നിൽക്കുന്ന മലക്കുകളുണ്ട്. നിന്റെ കാവലി അടുത്ത ഭാഗത്തും വലത്തെ ഭാഗത്തും നിന്റെ നന്മജന്മനെ എഴുതുന്ന മലക്കുകളുണ്ട്. ആയത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാക്കുന്ന മലക്കുകളുണ്ട്, ആദരവാക്കപ്പെട്ട മലക്കുകളുണ്ട്, നിങ്ങൾ നല്ല വെളുപ്പെടുത്ത എഴുതുന്ന മലക്കുകളുണ്ട്. അങ്ങനത്തെ മലക്കുകളുണ്ട്. ആ എഴുതിന് ഞാൻ നാളെ മാഷകരി വായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അങ്ങനെ പലതരം മലക്കുകളുണ്ട്. അതിലൊരു 10 മലക്കുകളെ പേര് എന്താണെന്നും പഠിക്കണം. ജിബ്രീല്, മീകായില്, ഇസ്രാഫീല്, അസ്രായീല്, മുൻകർ, നക്കീർ, റഖീബ്, അസീബ്, മാലിക്, ഇതുമാണ് 10 മലക്കുകളെ പേരെല്ലാം അറിയാം. ജിബ്രീല് എല്ലാവർക്കും അറിയാം. മീകായില് അതുപോലെ മയന്റെ അഞ്ചിന്റെ ഏർപ്പാടിന് അവർ നിശ്ചയിച്ചാണ്. ജിബ്രീല് ആയിക്കൊണ്ടിരുന്നാണ് ലഭ്യമാണ്. മനസ്സിലായ ഇതിന്റെ നന്ദികളുണ്ട്. ജിബ്രീല് അലൈഹിസ്സലാമിക്ക് ഇസ്രാഫീല് സൂറന്ന കൊമ്പിൽ ഊതാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടാണ്. കൊമ്പിനെ കൊടുത്തിട്ട് വായു വെട്ടിട്ടിരുന്നില്ല. അള്ളാന്റെ ആറ് പേര് ഒപ്പന്റെ പിടിപിടിയായി. إذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة. ഞാൻ കുറച്ച് ചോദിച്ചിരിക്കുകയാണ് വായനായിട്ട്. അപ്പോ പിന്നെ സൂര്യന്റെ കൊമ്പിൽ ഊതാൻ വേണ്ടിയിട്ട് ഓർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വായിച്ച് വെച്ച് വായിക്കുന്നുണ്ട്. അതുപോലെ അത് റൂഹിനെ പിടിക്കാൻ പറ്റും. എല്ലാ ജീവനാഥിന്റെ റൂഹിന്റെ ബസ്സിന്റെ റൂഹിനെല്ലാം പിടിക്കുന്നത് അസ്രാഈൽ അലൈഹിസ്സലാം. അതിലൊരു പൗര് പറയുന്ന ആയാത്തിലായാൽ ഒലിച്ചു പോകുന്ന ചോരയില്ലാതെ പൊതുപോലത്തെ ഇങ്ങനത്തതുണ്ടല്ല. അതിന്റെ റൂഹിനെ അസ്രാഈൽ പിടിക്കിട്ടും. അത് പിടിക്കുന്ന അന്നല്ല അതിനെ മരിപ്പിച്ചിരുന്നത്.
അതിന് അതിനായി പിടിക്കുമോ ഉണ്ട് എന്നുള്ളത് ഇല്ലാതെ ഒരു കൗല്. വാഴ്ത്തമുണ്ടായ കൗല് അങ്ങനല്ല. അതിന്റെ റൂഹിനെ പിടിക്കുന്ന ഓറുണ്ട്. ഇങ്ങനെ കൈകാട്ടുമ്പോൾ റൂഹിന് പറക്കും. മനസ്സിലായി? അപ്പൊ എല്ലാ ജീവനാഥിന്റെ ലഭ്യത നിർമ്മിച്ച് ചോര ഉള്ളതിന്റെ അർത്ഥം അയാൾക്ക് ദയവാണ് കിട്ടാൻ ഇതുവരെ അതിക്കട്ടെ. അപ്പോ എല്ലാ ജീവനാഥിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കപ്പെട്ട ആളാണ് ആരി മൽക്ക് അദ്വായി അലൈഹിസ്സലാം. നല്ല റൂഹിനെ പിടിക്കുമ്പോൾ നല്ല കോലത്തിൽ വരും, കിടക്കാളെ റൂഹിനെ പിടിക്കുമ്പോൾ കിടക്ക് കോലത്തിൽ വരും. മനസ്സിലായി? അതായത് വരുന്നതിന്റെ കോലം പറയണത് പിടി പറയുമ്പോ ഒരധികം പറയേണ്ടി വരുമല്ല. ഇവിടെ എത്ര മണിക്ക് നിങ്ങൾ ഇന്ന് തുടങ്ങിയതാ? 10 തുടങ്ങി 12 വെക്കണ്ട അല്ലേ? ഒരു പിടി ആരാക്കുന്ന ഞാൻ കയ്യിൽ സാധിക്കുന്നെങ്കിലാവാ. പിന്നെ മലക്കുകൾ നിർദ്ദിക്കട്ടെ, ഞാൻ അതിന്റെ വിഷയം പറയാൻ പറ്റും. പിന്നെ ഒരു കിട്ടാം 104 കിട്ടാം. 4 ഏത് പൗറാത്ത് തബൂബ് ഇഞ്ചിയിൽ കൊടുക്കാൻ. അതല്ലാതെ 100 ഏടുകൾ നബിമാർക്ക് ഇറക്കി കൊടുത്തിട്ടല്ല. 10, 90, 50 ചില നബിമാർക്ക്. അങ്ങനെ 104 ഏടുകൾ ഈ കിതാബ് തന്നെ ആയിരിക്കണ്ട. നമ്മൾ ഈ 10 കിതാബുണ്ട്. അതൊന്നും ഇപ്പോ വായിക്കാനും പിടിക്കാനും പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതിന്റെ പുറകെ അതിനെ വായിക്കാൻ പാടില്ല എന്നത് അതിനെല്ലാം തബ്ദീലാക്കിയിട്ട് ആ കാലത്തുള്ളൂ. തബ്ദീലാക്കിയത് കൊണ്ടിട്ട് അതിന്റെ നേരെ തബ്ദീലാ ബദലായത് നമുക്ക് അറിയാത്തതിനെ കൊണ്ടു നമ്മൾ വായിക്കാൻ പാടില്ല. ഏതുപോലെ ഇപ്പൊ സുന്നത്ത് ജമാഅത്തിലേക്ക് എതിരായ കൂട്ടർ ചില പുസ്തകങ്ങളെല്ലാം വായിക്കുന്നില്ലേ? ആ വായിക്കുമ്പോഴത്തേക്കും സുന്നത്ത് ജമാഅത്തിന് എതിരായത് പല പാർട്ടികളുമുണ്ട്. ആ പാർട്ടികളുടെ അവരുടെ വിശ്വാസത്തിലുള്ളതിനെല്ലാം എഴുതുന്നേ. അപ്പൊ അങ്ങനത്തെ ബുക്കിനെ നമ്മ വായിക്കാൻ പാടില്ലാണ്. എന്തുകൊണ്ട് അതിന് സുന്നത്ത് ജമാഅത്തിന് എതിരായത് ഏത്? അതിന് മറുപടി പറയേണ്ടത് എന്ത് എന്നുപോലെ അറിയാത്തവൻ അതിനെ വായിക്കാൻ പാടില്ല. അതാണ്. ഏതുപോലെ തൗറാത്ത് ഇഞ്ചിയിൽ അല്ലാഹുവിന്റെ കലാമെല്ലാം അതിനെ വായിക്കാൻ പാടില്ല. ഇല്ല. എന്തുകൊണ്ട് അവർ യഹൂദിനസാറാക്കുന്നത് അതിനെ ബദലാക്കിയതിനെ കൊണ്ട് ബദലാക്കിയിട്ട് ആ ഒരു ചുറ്റുപടിയാക്കി താറുമാറാക്കിയിട്ടുണ്ട്. ആ താറുമാറാക്കിയതിനെ കൊണ്ട് അതിനെ വായിക്കാൻ പാടില്ല. അതിന്റെ നേരെങ്ങനെയെന്ന് വേണ്ടി പറയാൻ അറിയാത്തതിനെ കൊണ്ട്. അതുപോലെ തന്നെ വഹാബി കാശ്യാമാറ് വൈദ്യുതിയാത്തത് പിന്നെ മഹദൂരിയാത്തത് എന്ന് പറയുന്ന പല പാർട്ടികളും 83 വർഷമാവുന്നതാണ്. അതിന് 72 തരകത്തിലേക്ക് പോകുന്ന കൂട്ടർ, ഒരു കൂട്ടർ മാത്രം സുന്നത്തെ മാത്രം സ്വർഗത്തേക്ക് പോകുന്ന കൂട്ടർ. അങ്ങനെ ആ പാർട്ടിക്കാരെല്ലാം ഉണ്ടാക്കുന്നു. ചില പുസ്തകങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ അവരവരുടെ പാർട്ടി അത് മുന്നേക്ക് വരാൻ വേണ്ടി അതിനെ വായിക്കാൻ പാടില്ല. എന്തുകൊണ്ട് അതിന് ശരിയായത് ഏത്, സുന്നത്ത് ജമാഅത്ത് സമ്മതിക്കുന്നത് ഏത്, സമ്മതിക്കാത്തത് ഏതെന്ന് വിവരമില്ലാത്ത ആളെ വായിച്ചുകൂടാം. അതിന് കഴിയുമ്പോൾ നല്ല മനസ്സിന് പൂർത്തിയാക്കി എഴുതിയിട്ടുണ്ടാവും. ഒക്കുക പിന്നെന്തിരോ നല്ല പത്രമുണ്ടാ ഇതെന്തോ ചെറുതോ കാടി വെച്ചിട്ട് ഇതെന്താ അമേരിക്ക അവരുടെ തലക്ക് പോകും. അതിന് വേണ്ടിയിട്ട് പിന്നെ മസാലിന്റെ ഹുക്കുമെന്തെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ എതിരും അതിന്റെ നേറുകളും ഓനറിയാത്ത വെച്ച് നോക്കാൻ പാടില്ല. അറിയുന്ന വെച്ചുണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കാം. എന്നിട്ട് ഇവർ എന്തെല്ലാം അതിനെ പറയും, അതിന് എന്തെല്ലാം മറുപടി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. അത് അറിയില്ലാത്ത കൂട്ടർ അതിനെ വായിക്കാൻ പാടില്ല. അപ്പോൾ ആരെങ്കിലോട് ചോദിച്ചിട്ട് വായിപ്പിച്ചോളും. അവരതിന് സമ്മതിച്ചിട്ട് വായിക്കാൻ, അല്ലാതെ വായിക്കാൻ പാടില്ല. അപ്പൊ തൗറാത്ത് തബൂബ് ചെയ്ത് ഇപ്പൊ വായിക്കാൻ പാടില്ല. ഇതിന്റെ തബ്ദീലാക്കിയത് കൊണ്ടു, വ്യത്യാസപ്പെടുത്തിയത് കൊണ്ടു പാടില്ല. പരിശുദ്ധ ഖുർആൻ അദീമെന്ന് പറയുന്ന ആ വേദത്തെ നമ്മൾ ഇറക്കുമ്പോ
മുൻഗണന എല്ലാ വേദത്തിന്റെ ഹുക്കുകളെയും അല്ലാഹു മാറ്റിയിട്ടുണ്ട്, എന്ന് എടുക്കാൻ പാടില്ലാന്നാക്കിയിട്ടുണ്ട്. ഉമ്മത്ത് സയ്യിദുനാ മൗലാനാ മുഹമ്മദിന് അങ്ങനെ 104 കിതാബുകളെ ഇറക്കിയിട്ടുണ്ട്. എത്രയാൾക്ക് അള്ളാഹ് മലക്കുകളും കിതാബ് 5-ാമത്തെ 1,24,000 നബിമാർ. അവരെല്ലാം ആണുങ്ങളാണ്. ഒരാളും ലഭിക്കായിട്ടില്ല. എല്ലാവർക്കും ആണുങ്ങൾ തന്നെ. കർത്താവിൽ എല്ലാം വിളിച്ചിട്ട് മനസ്സിലായി. അവരെല്ലാം നേര് പറയുന്നവരും പട്ടാല പറയുന്നവരും ദീർഘലാമികളുടെ വിളിക്കാവരുമാണ്. അള്ളാന്റെ തൗഹീദിനെ അറിയിച്ചു കൊടുത്തവരുമാണ്. തെറ്റ് നബിമാരെ കൊന്നിട്ടുണ്ട്. അവർ ആ കാലത്ത് ദിവസത്തിന് 30 മീറ്ററിനും ഒരു ദിവസത്തിന് വന്ന ഈ നബിമാറാണ്. അപ്പൊ ഓരോ നാട്ടിൽ ഓരോ നബിയല്ല, അവർ 10, 20, 30 നബിമാരുണ്ടായിരുന്നു ഓരോ രാജ്യം. ആ മാതിരി ഇറക്കി. അതന്നിട്ട് അവരെല്ലാം കൊന്നിട്ട് ഈർച്ചപാട് കരുതാത്ത് ഈർച്ചപാടി ഈരിച്ചു കൊന്നാളും കൊല്ലപ്പെട്ട ആളുമുണ്ട്. മനസ്സിലാക്കി. അത്രത്തോളം കൊളുമ്പ് ചെയ്തിട്ട് കൊന്നിട്ടുണ്ട് നബിമാരെ. എന്തിനോ അവരെ കുർബാനായിട്ട് ആ അല്ലാഹു തആലാന്റെ തൗഹീദിനെ അറിയിച്ചു കൊടുത്തവരാണ്. മാ മുഹമ്മദുല്ല റസൂലും ഖലത്തുമിൻ ഖബ്ലിഹി റസൂലും അഫഇൻ മാത. ചിലരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ചിലർ മരിച്ചിട്ടുണ്ട്. അങ്ങനത്തതായ 1,24,000 നബിമാർ നിന്ന് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കും. 5-ാമത്തത് കൊടുക്കുന്ന ആളുകളിൽ വിധാനത്തിന് തൂക്കല് ആയിപ്പോ. ഇവിടെ ഇരുന്നിട്ടാമല്ലാതെ ആമിയൊക്കെ കൊണ്ടിട്ട് പറഞ്ഞു വരുന്ന വിചാരിക്കുന്നതാണ്. തിന്നില്ല. ഡോക്ടറിന്റെ മരുന്ന് ഇപ്പൊ തിന്നുണ്ട്. പുളി എത്ര 3 പുളിയാണ്. എത്ര കൊണ്ട് ഇൻഡക്ഷന്റെ പുളിയാണ്. അത്ര ക്ഷീണമുണ്ട്. അപ്പൊ അധിക നേരം ഇപ്പത്തെ 11:30 മണിക്കൂർ ഞാൻ പറയാം. 1 മണിക്കൂറും പറയാം. 6-ാമത്തെ പറഞ്ഞത് എണിയില്ലേ? 6-ാമത്തെ പറഞ്ഞത് പടത്തവരുടെ കേടുക പോലെ എല്ലാ സംബന്ധിച്ച് നിങ്ങള വിശ്വാസം. അങ്ങനെ സംഭവം എന്ന് ചുരുക്കുമ്പോ അള്ളാന്റെ കേടുക പോലാണ്. അപ്പൊ അള്ളാഹുവിന്റെ കേടുക പോലെ ഈമാന്റെ 6-ാമത്തെ പറഞ്ഞു. അതോടുകൂടെ നല്ല ചെന്ന ജാഗ്രതാക്കിയിട്ട് കാതു കൊടുക്കുന്ന വിഷയം. അവരുടെ കേൾക്കുക ഒക്കെ വൈകാർക്കാം എല്ലാം അള്ളാന്റെ കേടുക പോലെ അവരുണ്ട്. നാളെ നിസ്കരിക്കില്ല. അള്ളാന്റെ കേട്ട് കേട്ട് തന്റെ ഒറ്റയ്ക്ക് പിന്നെ നരകത്തിലിട്ട് നാളൊരു പെണ്ണിനെ കൈപ്പാട്ടെ നിക്കാതെ കഴിക്കാതെ അതല്ലാന്റെ കേട്ട് കേട്ട് തന്റെ ഒറ്റയ്ക്ക് അതാവാക്കടെ തന്റെ നരകത്തിലിട്ട് അവന്റെ കേട്ടുക പോലെ കാമ്പത്തുന്നു. എന്തൊക്കെ കേൾക്കണം നിങ്ങളെ വാക്കിലിരുന്നുണ്ട്. അപ്പോ എന്തിനേൽപ്പിക്കുന്നുണ്ട്? അതിന്റെ മസാല എങ്ങനെ കൊണ്ടുണ്ടാ കേട്ടുകളെല്ലാം അള്ളാഹുവിന്റെ തന്നെ. അള്ളാഹുവിന്റെ കേട്ടുകളെ അറിയുന്ന ആളാരി അന്നെ വേറെ ആർക്കും അറിയാതെ ഇല്ല. അള്ളാഹിന്റെ കേട്ടുകളുണ്ട്, അള്ളാഹിന്റെ മുട്ട അല്ലേ? അപ്പൊ നീര് അള്ളാഹുവിന്റെ കേട്ടുകളെ നോക്കിക്ക് ദയിക്കണ്ട. എന്നത് കടക്ക് എന്ന് കാതു. അതിനെ നീ തെരഞ്ഞെടുക്കാണ്ട് കടക്കിൽ എടുക്കുന്നതിന്റെ നല്ലതിലേക്ക് കൂടി വരിക എന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ സമാധാന പണ്ടൊരു നാല് എവിടെ പോയെങ്കിലും ചെല്ലാമാർ കൂടില്ല. എക്കളിലേക്ക് മക്കൾ എന്ന് കാതു. കുറച്ച് സഭയ്ക്ക് എടുത്തിട്ട് അടുപ്പിട്ട് കൂടിയാണ് ഒരു തലാശിയുണ്ടായിരുന്നു. മുഹമ്മദ് തലാശി കേട്ടിട്ടില്ല. ഒരു സഭയെ എടുത്തിട്ട് അടുപ്പിട്ട് കൂടിയാണ്. അടുപ്പ് കുറച്ച് ചൂടില്ല. ചൂടുമ്പൊക്കെ അവളും ഓടിക്കൊണ്ട് വന്നാണ്. പെണ്ണായി എന്താക്കുന്നത്? ഞാൻ എന്താ നിങ്ങൾ അടുപ്പിന് ചൂടുണ്ട്. ഓട് വന്നിട്ട് അടുപ്പിന് ചൂട് അത്യാവശ്യമാണ്. എന്നിട്ട് മാപ്പിന്റെ ഇവിടെ കേട്ട് എന്താക്കുന്നത്? ഞാൻ എന്താ നീ അടുപ്പിന് ചൂടുണ്ട്. അല്ലാതെ അടുപ്പിന് ചൂടിട്ട് അല്ലാതെ പേടി കേൾപ്പിക്കുന്ന പോലെ ആവുമ്പോ അപ്പൊ അല്ലാതെ പേടുകളെ നോക്കിയിട്ട് നീ ഇഷ്ടമല്ല. അവിടെ തന്നെ അല്ലാതെ പേടുക. അതിന് നല്ലതിന് അല്ലാതെ പെട്ടു
ഉണ്ട്. പിന്നെ സൂര്യൻ വരുമോ വേണ്ടുകയോ തിരക്കിലുള്ളാന്റെ വേണ്ടുകയിടൂ അരി അള്ളാന്റെ പൊരുത്തമില്ല നിന്നെ ശിക്ഷിക്കുകയും ചെയ്യും. എതിരെ ശിക്ഷിച്ചിട്ട് നന്മയും വെറുക്കിന് നിനക്ക് തെരഞ്ഞെടുക്കുന്ന പൗരൻ എന്ന സബൂരി ആ പൗരനെ നീ ചെലവാക്കാത്ത സബൂരി നിന്നെ ശിക്ഷിക്കണോ? അപ്പൊ അവന്റെ വേണ്ടുകനെ കാക്കാൻ നീ ഇരുന്നുണ്ടാ. ഇപ്പൊ നിനക്ക് പോയാ പോയി കഴിഞ്ഞാൽ 3 സ്ഥലത്തുണ്ട്. നിങ്ങൾ മീറ്റിംഗിൽ വിജയിക്കേണ്ട അപ്പുറത്തെ നിങ്ങൾ കൊടുക്കുകയായിരിക്കും നല്ല കൊടുക്കുള്ളൂ. ഇത് ധാരണ അങ്ങനെ ഏത് ഇതുകൊണ്ട് നിങ്ങൾ നിശ്ചയിച്ചത് നാലൊന്ന് ചൊല്ലി തർക്കിയാക്കിയാണ്ടാക്കണ്ട. നിശ്ചയിക്കും എന്റെ വാല്യൂ തീർന്നിട്ടില്ല. കുറച്ച് വാല്യൂ കണ്ടുകൊണ്ടില്ല തരത്തൊക്കെ വന്നല്ലോ. അത് കുടിച്ചലാവുന്നല്ലോ. അപ്പൊ കൊടുക്കുന്ന ആള് കൊണ്ട് മൗത്തിലൊരിക്കൽ കുറച്ച് പറയണമെങ്കിൽ ഞാൻ പറയാനും പറ്റില്ല. മൗത്ത് എടുത്ത് റൂഹിനെ പറ്റിയിരുന്നത് അതല്ലാന്നില്ല. അതിന്റെ കോലം പല മാതിരിയുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് നല്ല ആൾക്ക് നല്ല മട്ടത്തിലുണ്ട്, കടത്തിന്റെ ആൾക്ക് കടക്ക് മട്ടത്തിലുമുണ്ട്. നല്ല ആൾക്ക് നല്ല മട്ടത്തിലും കടക്കുന്ന ആൾക്ക് കടക്കുമുണ്ട്. നല്ല ആൾക്ക് ചെല്ലാം. നല്ല ആൾക്ക് അതുമായിട്ട് ഇസ്ലാം മതം തരന്റെ വാദത്തിൽ കൊച്ചിട്ട് നല്ലൊരു നല്ല സ്വരൂപത്തോടുകൂടെ വരുമ്പോ ഒരാൾക്കിടാവ് വരുന്ന ആ പെണ്ണിനെ തൊണ്ടോട്ടോട് പോവാ കിടാക്കളും നിലവിട്ടത് ശരിയാ. കടലിന്റെ ഭാഗത്ത് വന്ന് പാട്ട് വന്ന് പിടിച്ചിരിക്കുന്ന അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാറ്. അപ്പൊ വന്നിട്ട് ആ മലത്ത് ഇരുന്നിട്ട് ഈ ഊരിനെ പുറപ്പെടാൻ വേണ്ടി പറയും. കുറച്ച് ശുദ്ധിയുടെ ശരീരത്തിന് ശുദ്ധിയുടെ റൂഹെ നീ പുറപ്പെടാൻ പറഞ്ഞിട്ട് റൂഹിനെ പടങ്കാലിനോട് പാദങ്കാലിനോട് മേൽഭാഗത്തേക്ക് ധരിച്ചുകൊണ്ട് വരാൻ തുടങ്ങും. തുടങ്ങിയിട്ടാണ് എല്ലാവർക്കും തന്നെ ഞെരിയാണിയുടെ കണ്ടിയുടെ കാലിലെ കളിച്ച് അവിടെ നിപ്പോട്ട് കൊയ്യാൻ കൊല്ലാതെ മുട്ടിനോട് കൊണ്ടുവരും. അവിടെ നിൽപ്പിക്കും. പിന്നെ തൊടലിന്റെ മുട്ടിനോളം കൊണ്ടുവരും. അവിടെ നിൽപ്പിക്കും. അതിന് നെല്ലിന്റെ കുഞ്ഞോളം കൊണ്ടുവരും. അവിടെ നിൽപ്പിക്കും പോലെ നേരം. അതിനപ്പുറം രണ്ടാമത് ആവശ്യത്തിന് വിളിച്ചു അവിടെ കുറച്ച് നിൽപ്പിച്ചിട്ട് രണ്ടാമത് തരക്കും റൂഹിനെ പരിസ്ഥിതിയിരിക്കുവാണ്. റൂഹിന്റെ ആള് കെട്ടിട്ടാകുമ്പോ നല്ല ആളെ റൂഹായിരിക്കും. നല്ല മനുഷ്യൻ രാത്രി മുതലേ ഭാഗത്ത് എടുക്കുന്ന ആള് റോഡിയായി മാനസികാമ്യത്തിന് മരിക്കുന്ന ആൾ പഠിക്കാൻ ആ കൂട്ടത്തിൽ ആങ്ങളെ നീ ആക്കണേ. എപ്പോഴും കുട്ടിട്ട് വാരിനോടിക്കോട്ടെ. പിന്നെ നമ്മള് ആരെ കുറച്ച് വന്നിട്ടുള്ള എല്ലാ ആളും സൗഭാഗ്യത്തിന്റെ അസൗഭാഗ്യോടിക്കരുണ്ട്. അതിന്റെ ഭാഗം തലക്കല്ലോ ആ റൂഹിനെ ഔദിനെ വെച്ചിട്ട് കുറഞ്ഞിട്ട് പുറത്താക്കണ്ടേ. ദ്വാരത്തിലല്ലേ വായിലെയോ മൂക്കിലെയോ കണ്ണിലെയോ ചോദിച്ചോ പുറത്താക്കണ്ടേ. ദ്വാരമുള്ളതല്ലേ. അവിടെ എത്തുന്ന സമയത്ത് അൽപ്പനോടെ കൊണ്ടുവന്ന നാവ് പറയുന്നു. നാവ് പറയും എന്നെ വേദനാക്കാൻ പാടില്ല. ഞാൻ ദിവസം പോകാൻ പോകുന്നാളും സലാത്ത് ചെല്ലുന്നാളും ശിവാറ് ചെല്ലുന്നാളും വിക്രി ചെല്ലുന്നാളും ആണ്. അതുകൊണ്ട് ഈ വേദനാക്കാൻ പാടില്ല. അപ്പൊ ഊരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും.
മൂക്കൽ കുഴിക്ക് വരുമ്പോഴാണ് എത്തി മക്കളെ മൂക്ക് മണപ്പിച്ചാളാണ്, ആരോഗ്യങ്ങളെ കൈമണപ്പിച്ചാളാണ്, സാധാത്യങ്ങൾ തങ്ങന്മാരെ ബഹുമാനിച്ചിട്ട് മണപ്പിച്ചാളാണ്, മുദ്രാപനം മണപ്പിച്ചാളാണ്. ഇതിന് ഓരോ അമൽ ചെയ്യുമ്പോൾ ഈ മൂക്ക് പറയുക ഈടെ വേദനാക്കാൻ ഞാൻ സമ്മതിക്കയില്ല എന്ന് വലിയ പാർട്ടിയുടെ ജാലത്തിന് ഇതൊക്കെ ചെവിട്ടെ കൂടെ പുറപ്പെടുമ്പോൾ ഞാൻ വാഴ കേട്ടാളാണ്, ഉറുവാനോത്താന കേട്ടാളാണ്. അതുകൊണ്ട് എന്റെ ചെവിട്ടെ ഇല്ല കൂടി നമ്മളാക്കാൻ കഴിയാതെ ഉറുതുറ് പറയും. ഓരോരോ ഉറുപ്പുകളും ഉതിര് പറയും. വായും നാവും മൂക്കും ചെവിടും കണ്ണുമല്ലോ. കണ്ണുകടത്തിന്റെ പോയി ആ കാകത്തിനെ നോക്കിയാളാണ്, റസൂലുള്ളാഹിന്റെ അല്ലാഹെ നോക്കിയാളാണ്, ഉമ്മബാപ്പാടെ മുഖത്തിനെ ഓമാറ്റിൽ നോക്കിയാളാണ്, ആരോഗ്യങ്ങളുടെ മുഖത്തിനെ നോക്കിയാളാണ്, മിസ്കിന്മാരുടെ സന്തോഷത്തിന് നോക്കിയിട്ട് വാക്ക് പറഞ്ഞാളാണ്. എന്നൊക്കെയും നാവും കണ്ണും ചെവിടും വായും എല്ലാം അന്യായം പറഞ്ഞിട്ട് ഊഹിനെ അവിടെ ചുറ്റിക്കുമ്പോ പറയും. പിന്നെ വേദനനെ പേടിച്ചിട്ട് അല്ലാഹുസ്സലാം എന്നവർക്ക് അള്ളാഹിനോട് ചോദിക്കും, പടച്ചവനെ നിന്റെ അടിമ നിന്റെ അറുത് പറയുന്നത് നിനക്ക് അറിവല്ല പടച്ചോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സദഖഅതുരി, എന്റെ അടിമ പറഞ്ഞത് നേര് തന്നെയാണ്. എല്ലാ ടൈമിലും അവൻ വിക്രിയല്ലിക്കൊണ്ടും സ്വാദത്തിന് വിക്രിയല്ലിക്കൊണ്ടും അമ്പാസിന്റെ വിക്രിയല്ലിക്കൊണ്ടും തീർപ്പിന് വിക്രിയല്ലിക്കൊണ്ടും എല്ലാ ഉള്ള ഒരു മനുഷ്യനാണ്. അവൻ പറഞ്ഞത് നേരല്ലേ, അവനെ വേദനപ്പെടുത്തണ്ട, കേൾപ്പിക്കണം. എങ്ങനെ നിങ്ങളെ കയ്യിന്റെ കെട്ട് ഒരുപാടുള്ള അല്ലാഹു എന്നുള്ള അക്ഷരത്തിനെ എഴുതണം. ഇരിക്കലാതത് ഇസ്രായേൽ എന്ന മലക്കോട് പറയും, അല്ലാഹു എന്നുള്ള എഴുത്ത് കയ്യിൽ എഴുതണം, ഒഴിവ് കൊണ്ട് എഴുതണം. ആ അല്ലാഹു എന്നുള്ള എഴുത്ത് ഇപ്പൊ നമ്മളെ കൈകാഴ്ച പറഞ്ഞു അല്ലാഹു എന്നുള്ള എഴുത്തല്ല, അതിപ്പോ രാമും രാമും അല്ലാഹു കൈകാഴ്ച പറഞ്ഞത് അല്ലാഹു എന്നുള്ള എഴുത്തിലാണ് എഴുതിയിട്ടുള്ളത്, അല്ലാഹു അടച്ചിട്ടുള്ളത്. അപ്പൊ അസ്രായേൽ ഇസ്ലാമിന്റെ കയ്യിൽ അല്ലാഹു എന്നുള്ള എഴുത്ത് ഒരുപാട് എഴുതണം, എഴുതിക്ക് ആ മനുഷ്യന്റെ മുഖത്തേക്ക് കാണിക്കണം എന്നുള്ള കൽപ്പിക്കും. അസ്രായേൽ ഇസ്ലാം അല്ലാഹു എന്ന ഒഴിവിനെ കയ്യിന്റെ എഴുതിയിട്ട് അല്ലാഹു എന്ന് എഴുതിയിട്ട് ഒഴിവുകൊണ്ട് എഴുതിയിട്ട് ഈ മനുഷ്യന്റെ മുഖത്തിലേക്ക് റൂഹിനെ വലിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ സക്കറാത്തിന്റെ ബെറ്റും തൈക്കൊണ്ട് വന്നിട്ട് അൽപ്പിന്നോട്ട് വന്നിട്ട് തലരിങ്ങനെ ചുറ്റുമ്പോ ചുറ്റിട്ട് ഇവിടെ വന്നിട്ട് രാജാവായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലാഹു എന്നുള്ള എഴുത്തിനെ കാണുമ്പോൾ ഒരുപാടുള്ള അല്ലാഹുവിനുള്ള എഴുത്തിനെ കാണുമ്പോ ഇയാളെ ശരീരത്തിന് അസ്രായേൽ അലൈഹിസ്സലാമിന്റെ കൈക്ക് റൂഹും ഒരു പറക്കല് പറഞ്ഞു പോകും. അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് കൈക്ക് ഒരു കൂട്ട് 1-ാം നമ്പറിന്റെ കൂട്ടിട്ട് അങ്ങനെ ആക്കും, 2-ാം നമ്പറിന്റെ കൂട്ടിട്ട് പറയുന്നുണ്ട്. അസ്രായേൽ അലൈഹിസ്സലാം ചോദിക്കും, ഇങ്ങനെ പറയുന്നത് ഞാൻ തോന്നുന്നു പറയൂ, സ്വർഗത്തിന്റെ തുപ്പാഹ് എന്ന് പറയുന്ന വശം അത് തുപ്പാഹ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിന്റെ എപ്പോഴുണ്ടല്ലോ തുപ്പ എന്ന് പറയുന്ന കുറച്ച് പഴം ആ വശത്തെ കൈക്ക് പിടിച്ചിട്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് കാണിച്ചു കൊടുക്കിയെന്ന് അങ്ങനെ ആ പശത്തെ എങ്ങനെ കൈക്ക് പിടിച്ചിട്ട് ഇവർക്ക് കാണിക്കുന്ന സമയത്ത് ആ സ്വർഗത്തിന്റെ പശത്തിന്റെ മണമായിട്ട് പേടിക്കുന്ന സമയത്ത് കടിന്തകത്തുള്ള റൂഹ് അസ്രായേൽ അലൈഹിസ്സലാമിന്റെ കൈക്ക് പറന്നു പോകൂ എന്നവരല്ല. വിവാഹത്തിനുള്ള ഫലം നോക്കും. ഇത് നല്ല കൂട്ടർക്ക് കിട്ടുന്ന വഴി, അതൊരു വഴി വേറെ. എനിക്കത് കിടക്കായിട്ടുണ്ടെങ്കിൽ കിടക്കു വെള്ളത്തിന് പോകും. എല്ലാവർക്കും ഒരുപോലെയല്ല ആ സക്കറാത്തിന്റെ കടുപ്പം. ചിലർക്ക് നല്ല റാഹത്തുണ്ടാവും, ചിലർക്ക് റാഹത്ത് കേടുണ്ടാവും. അസ്രായേൽ അലൈഹിസ്സലാം ഈ തുമ്പില്ലാത്ത ആളെ റൂഹിനെ പിടിക്കാൻ പറ്റുന്ന അസ്രായേൽ അലൈഹിസ്സലാമിന്റെ കോലം കാണുമ്പോല്ലേ
ഓന്റെ കണ്ണടിവേതായിപ്പോവും, തൂടിപ്പോവും, മാറ്റിപ്പോവും. അസ്രായേൽ അലൈഹിസ്സലാമിന്റെ കോലം തന്നെ കാണുന്ന സമയത്ത് നരകത്തിന്റെ കുയിലോർന്ന് ഇതന്നെയോ എന്നായിപ്പോ അവനിക്ക് ആ മാതിരിന്റെ കോലത്തിലായിരിക്കും വരുന്നത്. ആ വന്നിട്ട് എന്റെ റൂഹിനെ പുറപ്പെടുക്കും. അത് നല്ല എളുപ്പത്തിൽ പറയുന്ന അതിന്റെ ദിവാസത്തിൽ ഇപ്പൊ വായിക്കോ ഇവിടെ കിട്ടാൻ വന്നു കൊണ്ടല്ല പറയപ്പെട്ടിട്ടുണ്ട്. ദിവാസ് ഒരു ഇത് നല്ല നല്ല ആൾക്ക് എത്തിയന്റെ കോലം, ഇടയ്ക്ക് ആൾക്ക് എത്തിയ കോലത്തിന് പറയുന്നതല്ല. ഒരു വകെ നല്ല ആൾ എങ്ങനെ ടീച്ചറിന് ചോദിക്കാൻ പറഞ്ഞത് ഒരു മുള്ളുണ്ട് കാണാൻ. എന്ത് മുള്ളു? കാരക്കായിന്റെ മുള്ളു. കാരക്കിന്റെ മുള്ളു നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വിളിയായി കുട്ടിയിരിക്കുന്നത് മുള്ളുടെ കാണാൻ. ആ മുള്ളുടെ കട എന്തുമുള്ളത്? അത് ഇരുമ്പിലെ മുള്ളു. ഇരുമ്പിലെ പോലും ഇരുമ്പിലെ മുള്ളു നല്ല മാളേക്കാണ് മൂർച്ചയുണ്ട്. അങ്ങനത്തെ മുള്ളു ആ ഇരുമ്പിന്റെ പോളും. ആ മുള്ളിന് നല്ല മൂർച്ചയുള്ള മുള്ളു നിറച്ചിട്ടുണ്ട് ആ കണയിൽ, ആ ഇരുമ്പിന്റെ കണയിൽ. അതിനെ ഒരു ശകലുള്ള ബാല്യത്താറൻ കയ്യിൽ കുത്തിയിട്ട് ഒരു കുത്തി പിൻവാരത്തിലേക്ക്. അപ്പൊ എന്താ കന്നതിന്റെ ഉള്ളിലേക്ക് പോകും. ഈ മുറിയുന്ന മുള്ളല്ലേ, രണ്ട് വായു മുറിയുന്നത്. അങ്ങനത്തെ ആ മുള്ളിനെ ഒരു നല്ല ശകലുള്ള ബാല്യക്കാരൻ പിൻവാരത്തിന് ഉള്ളിലേക്ക് ഒരു കുത്തൊക്കെ കുത്തിച്ച് വയറിന്റെ ഉള്ളിലേക്ക് പോയി. എന്താവും വഴി? നല്ല സുമാറിന്റെ ആളുതല്ല, ഉള്ളിലേക്കനെ കുത്തിച്ച് വയറ്റിന്റെ ഉള്ളിലേക്ക് പോയി. ആ പോയതിന്റെ പതക്കെ അവനോ ആ ബാല്യക്കാരൻ ഈ മുള്ളിന്റെ കടലെ വയറ്റിന്റെ ഉള്ളിൽ നേരും കീഴും ഉണ്ടാക്കി ഉള്ളിൽ തിരിച്ചു. കരളും തൊടുവല്ല പൊടി 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 പൊടി. എന്നിട്ട് നല്ല ശകുതിയോടുകൂടെ വഴി വഴി വലിച്ചു. ആ വെച്ചെങ്കിൽ എന്താവും? എന്നെ പോലായിരുന്നു എടുത്ത് പറഞ്ഞു. എന്റെ മുൻഗാമികളെ ഋഷിമ ആദരമായ റസൂലുള്ളാഹിയെല്ലാം പറഞ്ഞ വിവരമാണ് റൂബിയാന്നിട്ട് പറഞ്ഞത്. കേട്ടാ, ഒരു ആട്, ആ ആടിന് ഒരു കസായിന്റെ കഞ്ഞി കൊടുത്തു. അപ്പൊ തോലെടുക്കുന്നത് അറുത്തന്നെ പിന്നെ തോൽ വലിക്കല് അറുത്തിട്ട് അതിന്റെ റൂഹ് പോയതിന് പിന്നെ തോലുമില്ലേ. അറുക്കാതെ കണ്ടിട്ട് തന്നെ മോണ്ടാക്കി തോലിനെ മുറിച്ചിട്ട് ഒരു ചെറുവൻ നിൽക്കുന്നു. ആട് കടവെടുത്തത് ഓമ്പിട്ടില്ല. അതിന് തോലിന് കീഴിക്ക് വെച്ചുകൊണ്ട് വരും. ചിറ്റിയിലെ തോല് വിരിഞ്ഞുകൊണ്ട് വരുന്നു. ജീവമുള്ള ആടില്ല, അതിന്റെ റൂഹ് പോയിട്ടില്ല, അറുത്തിട്ടുമില്ല. അങ്ങനത്തെ ജീവമുള്ള ആടിന്റെ തോലിനെ ജീവത്തോടുകൂടെ കഴിക്കുമ്പോ ഏതുമാതിരിയാണ് അതുപോലെ നക്കിയെത്തിയിലും അടുപ്പത്തിന്റെ വിഷയം അതുപോലെ ബാക്കിയുള്ളവരെ വെച്ചു. അപ്പൊ അത് സക്കറാത്ത് ഏതായിട്ടും കടുപ്പ് തന്നെ. അതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഫാത്തിന്റെ സമയത്ത് അവിടെ തണ്ണീരെഴുതി വെച്ചിട്ട് ആഴ്ച തിരുവണ്ണാതിന് അതിനെടുത്തിട്ട് റസൂലുള്ള ശബ്ദത്തിന്റെ നീര് നോക്കി വീഴ്ചു. എന്നിട്ടത് ഇത്ര കടുപ്പത്തേക്ക് ബേജാറായി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്ന്, അപ്പോ ഇന്നലെ മൗത്തിലെ സക്കറാത്ത്, തീർച്ചയായിട്ടും മൗത്തിലേക്ക് ചില വ്യക്തങ്ങളുണ്ട് എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മൗത്തിലേക്ക് ചില അത്രത്തോളം വ്യക്തം അറിയുന്നുണ്ട്. ഇതെല്ലാം ഈ ബേജാറിന് വേണ്ടിയിട്ട് പച്ചവെള്ളം മുഖത്തിലേക്ക് കൈയിലെ പാത്രത്തിന് മുക്കിലെടുത്ത് മുഖം തടയിട്ടുണ്ട്. ചൂടടിക്കുന്നില്ലായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പോലും സക്കറാത്തിനെ എളുപ്പമാക്കിയതുപോലെ ലോകത്തിൽ ഒരാൾക്കും ആക്കിയിട്ടല്ലോ. അങ്ങനത്തെ നബിയല്ല പറഞ്ഞത് ഇന്നലിൽ മൗത്തിലെ സക്കറാത്തിൻ, തീർച്ചയായിട്ടും മൗത്തിലേക്ക് ചില വ്യക്തങ്ങളുണ്ട് എന്ന്. മനസ്സിലായ ആ മാതിരിയുള്ള വ്യക്തങ്ങളെല്ലാം ഉണ്ട്. ഏതാ
രണ്ടാമത്തെ മൗത്തില്ലാണ്ട് ഒരാൾക്കും നിമിത്തില്ലല്ലോ, മരിക്കാണ്ടാവില്ലല്ലോ. ഒരു കിതാബ് ഹദീസ് പറയുന്നു, തർഹീബ് തർഹീബ് എന്ന് പറഞ്ഞ ഒരു കിതാബ്, ഹദീസിന്റെ കിതാബ്. അതിൽ പറയുന്നത് സ്വാധീനങ്ങളായ നല്ലാളെ മൗത്തിനെ പിടിക്കാൻ വേണ്ടി, റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്വാജാൻ വരും. നല്ല മനുഷ്യന്മാരെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ 5000 മലായിക്കകൾ ഉണ്ടാവും എന്ന സമയത്ത് 5000 മലായിക്കകൾ ഉണ്ടാവും ബഹുമാനിച്ചിട്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് തലന്റെ ഭാഗത്ത് അസ്വാദിച്ചിരിക്കും. വരുന്ന സമയത്ത് കയ്യിലെടുത്ത് ഒരു പാത്രം ഉണ്ടാവും, ഒരു പാത്രം ചീലകളില് എന്ന പോലെ ഒരു സാധനം ഉണ്ടാവും കയ്യിൽ ഈ റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ റൂഹ് എന്തെന്നപ്പോ പറഞ്ഞില്ല. ആദരവായ റസൂലുള്ളാഹി പറഞ്ഞത് റൂഹ് എന്താണെന്ന് ചോദിക്കുമ്പോ തങ്ങ നമ്പരീന്ന് പറഞ്ഞാ മതി. റൂഹിനെ പറ്റിട്ട് ചോദിക്കുമ്പോൾ അള്ളാന്റെ ഒരു അമ്രെന്ന് പറയും. ആ റൂഹിന്റെ സിഫത്തിനെ ഇന്ന പോലെ പറഞ്ഞില്ല. അപ്പൊ ഇന്നത് പറയാതിരിക്കുമ്പോ നമുക്ക് പിന്നെ അതിനെ പറയാനേ നിവൃത്തിയില്ലല്ലോ. ആരെങ്കിലുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട് റൂഹ് ചോന്നിട്ട്. ഒരു എങ്ങനെ പറഞ്ഞറിയോ ചോന്നിട്ടെന്ന് പറഞ്ഞത്? അവര് ശരീരത്തിനെങ്ങനെ മുഴിക്കുമ്പോ ചോര വരുന്നല്ലേ? റൂഹ് തടിയിലുണ്ടാകുമ്പോ എങ്ങനെ വരുന്നത്? ചോര മുറിക്കുമ്പോ ചോന്നിട്ട് വരുന്നു ചോര. റൂഹ് പോയത് പിന്നെ മുറിച്ചെങ്കിൽ വരുന്നത് വെറും വെള്ളമാണ്. ചോരയില്ല. മയ്യത്തിനെ മുറിച്ചെങ്കിൽ പിന്നെ വരുന്നത് അതിന്റെ കൂടി തല്ലി എന്താതെ ചോര ചോന്നിട്ട് വരുന്നില്ല. അതുകൊണ്ട് റൂഹ് ചോറതായിരിക്കണോ? ശരീരത്തിൽ വെള്ളമുണ്ട്. ആ ചോരന്റെ ചോര റൂഹിന്റെ പിന്നെ റൈഡാന്ന് ചോര പോലെ ചോദിച്ച് കാണുന്നത് എന്ന് ആരോഗ്യങ്ങളിലൂടെ ചിലർ പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. കോട്ടെ എങ്കിലും അമ്മ പറഞ്ഞ് റൂഹില്ലെന്ന് റബ്ബി. അവർ വന്നിട്ട് ചോദിക്കുമ്പോ റൂഹ് എന്താണെന്ന് ചോദിക്കുമ്പോ തല്ലെന്ന് പറയണ്ട, അത് റബ്ബിന്റെ ഒരു അമ്രാണെന്ന് പറയണോ. അപ്പൊ അങ്ങനത്തെ റൂഹിനെ പിടിക്കാൻ വേണ്ടിട്ട് വന്നിട്ട് ഒരു ചീലബോധത്തിന്റെ കയ്യിൽ ഉണ്ടാവും പാത്രം. ഐരാജ്യത്ത് തലന്റെ ഭാഗത്ത് വെച്ചിട്ട് 5000 മലായിക്കങ്ങൾ ആടും തപ്പുകെട്ടിയിൽ നിൽക്കും. എന്നിട്ട് അദ്ദേഹം ഈ അദ്വാജലാം പറയുന്നത് ശുദ്ധിയായത്തിൽ നിന്നിട്ട് ശുദ്ധിയാണ്ടാവില്ല പറഞ്ഞില്ലേ? അങ്ങനെ ഒന്നിച്ചുകൊണ്ടുണ്ടാവും. ഒന്നിക്കുന്നതിന്റെ ഉള്ളിന്ന് ഈ ശരീരത്തിന്റെ ഉള്ളിന്ന് റൂഹ് പുറപ്പെട്ടിട്ട് വരുന്ന ഈ ചീല ഈ പാത്രത്തിന്റെ ഉള്ളിലേക്ക്, ഈ പാത്രത്തിന്റെ ഉള്ളിലേക്ക് തീയും. അത് റസൂലുള്ളാഹി പറയുന്നു എങ്ങനെ അത് പുറപ്പെടുകയോ അതുകൊണ്ടുള്ള തോൽക്കൊട്ടതിന്റെ കഷ്ടപ്പെടുന്നത് തോലിന്റെ കട. തോലിന്റെ തുണിക്ക് ഇതാക്കിയിട്ട് അതിന് തള്ളി നിറച്ചിട്ട് പായി കെട്ടിട്ട് വെക്കുന്ന തോൽക്കൊട്ടനെ ഈ പറയുന്ന പാത്രം, തോലിന്റെ പാത്രം. ആ തോൽക്കൊട്ടന്റെ കെട്ടി വെള്ളത്തിനെ നിറച്ചിട്ടുണ്ടെങ്കിൽ ആ നിറഞ്ഞ വെള്ളത്തിന്റെ കെട്ട ആ തോൽക്കത്തിന്റെ കെട്ടിനെ കീച്ചിട്ട് ചരിക്കുമ്പോ ആ തോൽപാത്രത്തിന്റെ ഉള്ളിന്ന് വെള്ളം എങ്ങനെ ചരിയുന്നുണ്ട്? ആ ചരിയുന്ന കർമ്മത്തിലാണ് ഈ ശരീരത്തിന്റെ ഉള്ളിന്ന് റൂഹ് ഈനിക്ക് പുറപ്പെടുന്നത്. എങ്ങനെയാട്ട് അവിടുന്ന് തരഞ്ഞു പുറപ്പെടുന്നത് ഇനി പറക്കുന്നത് ആ മാതിരി വരും. അപ്പൊ ഈ പാത്രത്തിന്റെ ഉള്ളിലേക്ക് ശരീരത്തിന്റെ ഉള്ളിന്ന് തോൽക്കൊട്ടന്റെ ഉള്ളിൽ വെള്ളം നിറച്ച് വെച്ചേനെ ചീറ്റിട്ടാകുമ്പോ അതിനെ ധരിക്കുമ്പോ എങ്ങനെ വെള്ളം ചെയ്യും എന്നപോലെ ഈ പാത്രത്തിന്റെ ഉള്ളിലേക്ക് റൂഹുണ്ടല്ല ചെയ്യുന്നതാണ്. കിതാബിന്റെ പേര് ഹദീസ്.
ഹദീസിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞു പോന്നെ. അങ്ങനെ ഈ വെള്ളം കിട്ടിയ പോലെ ഈമ്പക്ക് പാത്തിലായല്ലോ ഈടെടുത്തുകൊണ്ട് പോകുമ്പോ മറ്റേ 5000 മലാക്കില് 5000 മലക്കുകൾ ഏഴ് പറഞ്ഞ തഫ്സീറ് പറഞ്ഞിട്ട് ഹദീസന്റെ ഇത് കൊടുത്തത് കോമത്തിന്റെ ആരും പിടിക്കാത്തവരോട് ഇവര് ഇതിനെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ 5000 മലായിക്കൾ പറ്റി ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഹദീസിന്റെ കിട്ടാവുന്ന ആ കിട്ടാവുന്ന ഈ ഹദീസ് അവിടെ ഇവര് തഫ്സീറിൽ ഈ ഹദീസല്ലാതെ തഫ്സീരെ കൊടുത്തിട്ടില്ല. എല്ലാ ആയതിനും തഫ്സീർ കൊണ്ട് തന്നെ ഹദീസ് കൊണ്ട് തന്നെ തഫ്സീർ പറഞ്ഞു. അങ്ങനെ ഈ 5000 മലായിക്കളും മർഹബ എന്ന് പറഞ്ഞിട്ട് എതിരേറ്റിക്കൊണ്ടു പോവും. ഒന്നാനാഗ്രഹത്തിലേക്ക് എത്തും. അവിടെ വാതിലി മുട്ടും. ഒന്നാനാഗ്രഹത്തിന്റെ വാതില തുറക്കുന്ന മലക്ക് ഉള്ളുന്നു ചോദിക്കും ഓടുന്നു. ആരത്? ഞാൻ അസ്രായേൽ അലൈഹിസ്സലാമാണ്. അസ്രായേൽ എന്താ? ഞാൻ ഒരാളെ റൂഹിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നത് ആനന്ദത്തെ കൊണ്ടിട്ടല്ലോ നല്ലാണ്. ആരത്? അത് മമ്മദില്ല, ഇത് ഇബ്രാഹിമില്ല. പെണ്ണാണെങ്കിൽ മറിയമ്മാന്റെ, അല്ലെങ്കിൽ പെരുമാന്റെ, നഫീസാന്റെ അല്ലേ? അപ്പൊ ഓർക്ക് എന്റെ കുറിച്ചുള്ള ധൈര്യമുള്ളെന്തറിയോ? എല്ലാ നാളിലും സ്വകൈവാഗ് കൊടുക്കുന്ന സമയത്ത് മേൽഭാഗത്തു നിന്ന് ഒരു കൂട്ടം മലക്കുകൾ വരും. 2 മലക്കുകൾ, 2 മലക്കുകൾ സർവത്തിന് ആൾക്കുമുണ്ട്. 2 മലക്കുകൾ വരും. ഓന്റെ മകരിവാങ്കെടുത്തോളം പകട്ടി എന്തെല്ലാം ആക്കുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം ചെയ്യുന്നതിനെ എഴുതാൻ വേണ്ടിയിട്ട് കാലത്തെ സഭ്യവാങ്ക് കൊടുക്കുമ്പോ ഒരു വരുന്നു. അവർ പോകുന്നത് മകരിവാങ്ക് കൊടുക്കുമ്പോഴാണ്. അപ്പൊ മകരിവാങ്ക് കൊടുക്കുമ്പോ അവർ മേൽഭാഗത്തേക്ക് പോകുമ്പോ രാത്രി ഇടാമെന്ന് എഴുതാൻ വേണ്ടിയിട്ട് മേൽഭാഗത്ത് നിന്ന് വേണ്ട മലക്കുകൾ വരുന്നു. അപ്പൊ എല്ലാ നാളും അങ്ങൊന്നും വരുന്നു, ഇങ്ങൊന്നും പോന്നു. കാലത്തെ വരുന്നു മോദിക്ക് പോന്നു, മോദിക്ക് വരുന്നു തരപ്പെടുക്കുമ്പോ പോന്നു. ഇങ്ങനെയാണ് എല്ലാ നാളും പോലെ നൽകുന്ന തൽമന്റെ അമലുകളെ എടുത്തുകൊണ്ട് പോന്നു. അത് ഓർക്ക് പരിചയമുണ്ട്. മുഹമ്മദ് ഇബ്രാഹിം ഖുർആനോടുന്ന വിക്കറ്റുന്ന ആളാണ്, സലാത്തി ചെയ്യുന്ന ആളാണ്. പകലെല്ലാം പോയുണ്ടെന്ന് ഡിഗ്രിയിരുന്ന രാത്രി കിടന്നിട്ട് കിടക്കാൻ വേണ്ടി പോയി ഡിഗ്രി അല്ലാതെ കിടക്കേണ്ട ഖുർആനോടുന്ന ആള് പാത്യാഹത്തിൽ കൊണ്ടുവന്നാണ് സലാത്തി ചെയ്യുന്ന. ഇതെല്ലാം ഓർക്ക് പരിചയമുണ്ട്. മറിയമാനി അങ്ങനെ പകലൊന്നും സാധിച്ച് മാപ്പിളക്കും വൈപ്പെട്ടിട്ട് മക്കളിലാക്കി ആക്കിയിട്ട് വെച്ചിട്ട് ഖുർആനോദിക്കോളുന്നു, സലാത്തി എഴുതിക്കോളുന്നു, കഴിഞ്ഞോളുന്നു, വിളി കൊടുത്തോളുന്നു, അള്ളാനോട് സങ്കടം പറഞ്ഞോളുന്നു. മോന്തോ മോദിക്ക് പിന്നെ അങ്ങനെ ആക്കുന്നു. ഓളാം എല്ലാം കൊണ്ടുവന്നില്ലേ ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇന്നാള് എന്ന് അവർക്ക് പരിചയമായി ആകാശത്തിനെ കാക്കുന്ന മലക്കുകൾ, പാതന്റെ കാക്കുന്ന മലക്ക്. ഓഹോ, ആ ഇബ്രാഹിം, ആ മമ്മദാ, ആ സൽമാനെ മർഹബ മർഹബ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കും. അങ്ങനെ വാതിൽ തുറന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോ ബാക്കിയുള്ള മലക്കുകൾ വന്നിട്ട് കൂടൂ. അവർ മർഹബ മർഹബ എന്ന് പറയും. ഈ പന്നവരവ് നല്ല പരമാണ്, പന്നവരവ് നല്ല പരമാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാം ആകാശത്തിന്റെ മലായിക്കും മർഹബ പറയും. ഈ റൂഹിനെ കാണുമ്പോ, ഈ നല്ല മനുഷ്യന്റെ റൂഹിനെ കാണുമ്പോ, ഈ നല്ല മനുഷ്യത്തിന്റെ റൂഹിനെ കാണുമ്പോ മർഹബാന്ന് പറഞ്ഞ് 2ാം ആകാശത്തിലേക്ക് പോകും. അവിടെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോ ആര് കേൾക്കുമ്പോ അവിടെയും പറഞ്ഞപ്പോ ഇങ്ങനെ വീട്ടിൽ പോയി അങ്ങനെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7 ആകാശത്തിന്റെ മോളോടെ ഈ റൂഹിനെ കൊണ്ടുപോയി എല്ലാവരും മർഹബാന്ന് എഴുതിക്കൊണ്ടുണ്ട്. നല്ല വരവ് നല്ല വരവ്, നല്ല വരവ് നല്ല വരവ് നാ മർഹബാന്റെ മകൻ. 7ാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ നോട്ടിലേക്ക് എത്തിയപ്പോ അസ്രായേൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, പടച്ചവനെ ഈ റൂഹനെ ഞാൻ എന്ത് ചെയ്യണോ? അപ്പൊ കൽപ്പിക്കുന്നു, ആ റൂഹന് സുബൃതത്തിന്റെ മേൽഭാഗത്ത് ഒരു ജാഗുണ്ട്. എല്ലിഗീൻ എന്ന സ്ഥലമുണ്ടല്ലോ, ആ എല്ലിഗീൻ എന്ന സ്ഥലത്തിൽ കൊണ്ടുപോയിട്ട് വെക്ക് നമ്മൾ കൽപ്പിക്കും. അങ്ങനെ
അങ്ങനെ റൂഹനെ കൊണ്ടുപോയിട്ട് ഇല്ലിയിലുള്ള സ്ഥലത്ത് വെക്കും ബഹുമാനത്തോടുകൂടെ. പടച്ചോനെ ആ കൂട്ടത്തിൽ ഞങ്ങളത് ആള് പെണ്ണ് ആമ്പ് കാത്തി എത്ര പറഞ്ഞാക്കണേ നമ്പുരാണ്. ഞങ്ങളെ തരപ്പെട്ടിട്ടില്ലെന്നും നീ അതിനാവിലാണ് നമ്പുരാണ്. ആ ഇല്ലിയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കപ്പെടുന്ന റൂഹകളെ കൂട്ടത്തിൽ ഞങ്ങളെ റൂഹനാക്കണേ നമ്പുരാണ്. പറയണേനും പറയണ കുറച്ച് പറഞ്ഞിരുന്ന ഇത് നല്ലതൊക്കെ വെടുക്കാളത്തായെങ്കില അസ്രായിൽ അലൈഹിസ്സലാം വരുമ്പോ തന്നെ കോലം ബദലായി വടക്ക് കോലം കാണുമ്പോ പേടിയാവുന്ന കോലം 5000 മലക്കുകളൊന്നുമില്ല. 5000 മലക്കുകളൊന്നും തണലിന്റെ ഭാഗത്ത് വന്നിരുന്ന് ഈ പാർട്ടി അതിന് മരിക്കുന്ന ഗണിയല്ലോ. അയ്യത്തു കരിയത്തു ഹബീസത്തു അയ്യത്തു ഹബീസത്തു പെടക്കായ ശരീരത്തിൽ നിന്ന് തിരിഞ്ഞോട്ടൊന്ന് പുറപ്പെടുന്നത് പറയും. ആ പുറപ്പെടുമ്പോ റൂഹ് അങ്ങനെ പുറപ്പെടാൻ തുടങ്ങും. അതിന്റെ കഷ്ടത്തോടുകൂടെ അതിന്റെ വേദനയോടുകൂടെ പുറപ്പെടുമല്ലോ. അങ്ങനെ പുറപ്പെട്ടിട്ട് ഈ പാത്രത്തിലേക്ക് വന്നിട്ട് നിൽക്കും. ചുരുക്കി പറയുന്നത് അങ്ങനെ ഈ പാത്രത്തിൽ വന്നിട്ട് ചുരുക്കിട്ടാകുമ്പോ എടുത്തുകൊണ്ട് പോയിട്ട് വന്നാൽ ആകാശത്തിന് വാതിൽ മുട്ടും. ആരത്? ഞാൻ അസ്രായി അലൈഹിസ്സലാം. എന്താ വാതിൽ തുറക്കുമ്പോൾ ഞാൻ ഒരാളെ റൂഹിനെ കൊണ്ടുവന്നി. ആരത്? അത് ജുഗാരി അസ്ലാന്റത്. ദിനാക്കാനം അമ്മദിന്റെ വട്ടിയെടുക്കുന്ന ബോക്കറിന്റെ നിക്കാരയില്ലാതെ ഐസാന്റെ കടക്കത്തരം ചെയ്യുന്ന പക്രിച്ചിന്റെ ഒരു ചരിത്രങ്ങളെ ഈ പേര് ചെല്ലുമ്പല്ല അവർക്കറിഞ്ഞ എല്ലാ നാളിലും മുസീബത്തും നമീമത്തും ബസാറും നിക്കാറില്ലാതെയും ഒരു നല്ലത് വായി വരാതെയും തടിയും നല്ലത് എടുക്കാതെയും ഉള്ള ആളെ റൂഹിനെല്ലാം കൊണ്ടുപോകുന്നവർക്ക് എപ്പോഴും പരിചയമുണ്ടല്ലോ കണ്ടിട്ട് അമലിനെ ആ അധികാരി കളിക്കുന്ന ഓന്റെതാ അപ്പോ ഞങ്ങൾ വാതിൽ തുറക്കുന്നില്ല. അവന്റെ റൂഹിനെ കൊണ്ടുവരണ്ട. ആ മലക്കിന്റെ എന്താണ് ആകാശത്തിന്റെ മലക്കുകൾ മലക്കുണ്ടത് കാവന്റെ മലക്ക് വാതിൽ തുറക്കുന്നില്ല. അപ്പൊ അസ്രായേലിസ്ലാം അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചോനെ ഞാനെന്താ വേണ്ടത്? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓൾഡ് കൊണ്ടോണ്ട ജഹന്നമെന്ന് പറയുന്ന നരകത്തിന്റെ താഴായ ഭാഗത്ത് സിക്കീൻ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വെച്ചോ.